ഹാഫിസ് സയ്യിദിന്റെ ജമാഅത്ത് ഉദ്വയുടെ ലാഹോറിലെ ആസ്ഥാന മന്ദിരം പാകിസ്ഥാൻ സീൽ ചെയ്തു. വെള്ളിയാഴ്ചകളിലെ ജുമാ നമസ്കാരത്തിന് ശേഷം പ്രസംഗം നടത്തരുത് എന്ന് ഹാഫിസ് സയ്യിദിനോട് നിർദ്ദേശിച്ചതായി ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജമാഅത്ത് ഉദ്വയെയും അതിന്റെ ജീവകാരുണ്യ വിഭാഗത്തെയും പാകിസ്ഥാനിൽ നിരോധിച്ചതിനു പിന്നാലെയാണ് നടപടി. തീവ്രവാദത്തിനെതിരായ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്ന് പാകിസ്ഥാൻ പറയുന്നു. ലാഹോറിലെ ജമാഅത്തുദ്ദഅവയുടെ കേന്ദ്രവും അതിനോട് ചേർന്നുള്ള മതപാഠശാലകളും ആശുപത്രികളും സർക്കാർ ഏറ്റെടുത്തു. ജുമാ നമസ്കാര ശേഷം പ്രസംഗിക്കുന്നതിന് ഹാഫിസ് സയ്യിദിന് വിലക്കേർപ്പെടുത്തി. മതപരമായ പ്രസംഗം നടത്താൻ അനുവദിക്കണമെന്ന സയ്യിദിന്റെ അഭ്യർത്ഥന സർക്കാർ നിരാകരിച്ചതായി റിപ്പോർട്ടുണ്ട്. 2 ദിവസം മുൻപാണ് ജമാഅത്തുദ്ദഅവയെയും അതിന്റെ ജീവകാരുണ്യ സംഘടനയായ ഫലാഹെ ഇൻസാനിയത്ത് ഫൗണ്ടേഷനെയും പാകിസ്ഥാൻ നിരോധിച്ചത്. പുൽവാമ ഭീകരാക്രമണത്തിനു പിന്നിൽ പാക് തീവ്രവാദ സംഘടനയാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് തീവ്രവാദത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന സമ്മർദ്ദം പാകിസ്ഥാനുമേൽ ശക്തമായിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഹാഫിസ് സയ്യിദിനെതിരായ നടപടികൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.